എന്റെ പൊന്നോ, ഇവനൊക്കെ എന്നാ ഹൈറ്റ്, ഇവനൊക്കെ ഹൈറ്റിന് വേണ്ടിയിട്ടെല്ലാം തിന്നുന്നത്. ഹലോ ഗൈസ്, മൈ ട്രാവൽ ബോക്സ് എംഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൈദരാബാദിൽ ലുലു മാളിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അതിരാവിലെ ഇറങ്ങിയതാണ്. 25 കിലോമീറ്റർ വൺ സൈഡ് റൈഡുണ്ട്. പക്ഷേങ്കിൽ കുറച്ച് ഇരുട്ടായത് കാരണം നമ്മൾ വീഡിയോ എടുക്കാനാണ്. കുറച്ച് നേരം വെളുത്തപ്പോഴാണ് ഓൾമോസ്റ്റ് നമ്മൾ ലുലു മാളിൻ്റെ അടുക്കാറായി. KPHP എന്ന് പറഞ്ഞ സ്ഥലം വന്നിട്ടുണ്ട്. അവിടെ എത്തിയപ്പോഴാണ് നല്ല വെട്ടമുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോഴാണ് വീഡിയോ എടുത്തത്. ഇൻട്രോ ഒന്നും എടുക്കാനുള്ളൊരു സാവകാശം ഇല്ലായിരുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്ത്യൻ ആർമിയും അതുപോലെ തന്നെ ഹൈദരാബാദ് സൈക്ലിംഗ് ക്ലബ്ബും ചേർന്നിട്ടാണ് നമുക്കവിടെ പ്രോഗ്രാം നടത്തുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. പക്ഷേ ഇതിനകത്തൊരു ട്വിസ്റ്റുണ്ട്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. വീഡിയോ അവസാനം വരെ എല്ലാവരും കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പോൾ അവർ ലേറ്റ് ആവുമെന്ന് അറിഞ്ഞതുകൊണ്ട് നമ്മളെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ടിഫിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ട് ടിഫിനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പെട്ടെന്നാണ് അവരുടെ ഫോൺ വന്നത്. അവർ 7:30 വരുമെന്ന് പറഞ്ഞവർ ശരിക്കും പറഞ്ഞാൽ 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് വന്ന്. നമ്മളന്നേരം പോകുന്ന വഴി നമ്മളൊരു ഫ്രണ്ടിനെ കണ്ടു. എൻ്റെ കൂടെ എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ജൂനിയറാണ്. അപ്പോൾ അവരെയൊക്കെ കണ്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് വെറുതെ ചവിട്ടി പിടിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കിന് ഉള്ള അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പതാക ഉയർത്തലൊക്കെ കഴിഞ്ഞ്. അപ്പോൾ കഴിച്ച് ഞങ്ങൾ റിപ്പബ്ലിക് ഡേ ഹൈദരാബാദ് സൈക്ലിംഗ് ക്ലബിൻ്റെ റൈഡിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ലുലു മാളിലാണ്. ലുലു മാളിലോട്ട് ഞങ്ങൾ എൻട്രി ആകുന്നുണ്ട്. ഇവിടെല്ലാം ഇഷ്ടംപോലെ സൈക്കിളുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ആൾക്കാരും ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് നോക്കാം ഇവിടെ എന്താ സംഭവം. നമ്മുടെ ഇന്ത്യൻ ആർമിക്കാരാണ് അതിൻ്റെ ഡ്രോണൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതെവിടെ സംഭവം ഇവിടെ മേലെ ഡ്രോൺ അവിടെ ഇപ്പോണ്ട് ഗൈസ്. ഡ്രോൺ അവിടെ ഇപ്പോണ്ട്. ഇന്നെല്ലാവരും ഫേമസ് ആണ്. ബർഗറോ? അപ്പോൾ ഗൈസ് അവിടെ തന്നെ വെച്ചിട്ട് നേരത്തെ എന്തോ നടന്ന റൈഡിൻ്റെ കുറച്ച് സമ്മാനദാന ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. ടീഷർട്ടും മെഡലുമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ പറക്കി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പേര് വിളിക്കുന്നതിനനുസരിച്ച്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇന്ത്യൻ ആർമിയുടെ ഗൺ ഷോ കാണാൻ വേണ്ടിയിട്ട് അകത്തോട്ടാണ് പോകുന്നത്, ലുലു മാളിനകത്തിലോട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മടിയൊക്കെ വെച്ച് പോവാം. ഈ ചാർജ് തീരുന്നതിന് മുമ്പ് എനിക്കടുത്ത് കുറേ വീഡിയോ എടുക്കുന്നത്. ട്രെയിനിങ് വേണം എനിക്ക് ഗൈസ്. നമ്മളപ്പോൾ തോക്കെടുക്കാൻ വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? എങ്ങനെ പിടിക്കട്ടെ? ഇങ്ങനെ പിടിക്കുക. അത് ഈ ഷോൾഡറിൽ കയറ്റുക. ഒരു നമ്മുടെ കൈ കുറച്ച് അകത്തോട്ട് കയറ്റിക്കുക. ഈ ഭാഗത്തോട്ട് വരത്തില്ല. ഈ സാധനം ഈ ഭാഗത്ത് ഇത് ഇങ്ങനെ
4 ഫിംഗർ ഈ സൈഡ്. ഇത് ലെഫ്റ്റ് സൈഡ് പക്ക വെയിറ്റ് ഉണ്ട്. ഈ റൈറ്റ് സൈഡ് അന്നേ വെയിറ്റ് ഇജോട്ടിക്കാൻ പറ്റുന്നില്ല. വേണ്ട അവിടെ വെച്ച് ഞാൻ അത് കഴിഞ്ഞിട്ട് എടുക്കാം. Sir, how much kg? 8.2. 18 കിലോ എങ്ങാണ്ടുണ്ട്. 18. നീ ഇങ്ങോട്ട് ആ എന്നെ വെടി വെക്കടാ. इसके अंदर 3 टाइप का मैगजीन होता है, 10 राउंड्स, 20 राउंड्स, 30 राउंड्स. अभी हमारे पास अवेलेबल 20 राउंड्स का है. जैसे इसमें राउंड बढ़ेंगे नीचे चलता है. ठीक है, राउंड जब जाएगा वो तब मैं चला जाता है. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ത്യൻ ആർമിയുടെ ഗൺസും മെഷീൻ ഗൺസും ഷോട്ട് ഗണ്ണ് അതുപോലെ കുറേ ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റി. എല്ലാം ഒന്നും വീഡിയോയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.